ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 22-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ശരീരത്തിൻ്റെ വിളക്ക് കണ്ണ് ആകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. നാം സഞ്ചരിക്കുന്ന ചുറ്റുപാടുകളിൽ, നാം ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ ധാരാളം മോശമായ കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടാണ് ജീവിക്കുന്നത്. എന്നാൽ അത്തരം കാഴ്ചകളെ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സ്വീകരിക്കാതെ, അങ്ങനെയുള്ള കാഴ്ചകളെല്ലാം കടന്ന് നല്ല ഹൃദയത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ നമ്മൾ വഴിതിരിച്ചു വിടുമ്പോഴാണ് നമ്മുടെ ജീവിതം പ്രകാശിതമായി തീരുന്നത്. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ പാപചിന്തകൾ കൊണ്ടുവരുന്നത് കാഴ്ചയിലൂടെയാണ്. കാഴ്ചയിലൂടെ അത് അകത്ത് കിടക്കുകയും അത് മോഹമായി രൂപപ്പെടുകയും പാപമായി വെളിയിൽ വരികയും ചെയ്യുന്നു. യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പ്രസവിക്കുന്നു. അതുകൊണ്ട് ദുർമോഹത്താൽ മനുഷ്യന്റെ ജീവിതം പരീക്ഷിക്കപ്പെടുന്നു. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവൻ ആകുന്നു, താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹങ്ങളാൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു.